അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠ ഏകാദശിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വൈകുണ്ഠ ഏകാദശി എടുക്കേണ്ടതും അതെടുത്താലുണ്ടാകുന്ന നേട്ടങ്ങളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വൈകുണ്ഠ ഏകാദശിക്ക് 3 പേരുകളുണ്ട് കേട്ടോ. വൈകുണ്ഠ ഏകാദശി, സ്വർഗ്ഗവാതിൽ ഏകാദശി, നെല്ലുവായ ഏകാദശി എന്നിങ്ങനെ 3 പേരുകളിലാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷത്തിൽ നമുക്ക് എല്ലാ മാസത്തിലും ഏകാദശി ഉണ്ടെങ്കിലും 3 ഏകാദശി എടുത്താൽ നമ്മുടെ ഒരു വർഷത്തെ ഏകാദശി എടുത്തതിന് തുല്യമാണെന്നാണ് കേട്ടോ പറയുക. ആ 3 ഏകാദശികൾ, 1 ഗുരുവായൂർ ഏകാദശി, 2 തൃപ്രയാർ ഏകാദശി, 3 വൈകുണ്ഠ ഏകാദശി കേട്ടോ. ഈ 3 ഏകാദശികൾ എടുത്താൽ ഒരു വർഷത്തെ ഏകാദശി എടുത്തതിന് തുല്യമാണെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഗുരുവായൂർ ഏകാദശി എടുത്തതിന് അതിന് തുല്യ പ്രാധാന്യമുള്ള ഏകാദശി തന്നെയാണ് ഈ വൈകുണ്ഠ ഏകാദശി കേട്ടോ. ഗുരുവായൂർ ഏകാദശി എടുത്ത ഏതൊരാളും ഈ വൈകുണ്ഠ ഏകാദശിയും എടുക്കണം കേട്ടോ. ഇതിലൂടെ നമ്മുടെ വിഷ്ണു ഭഗവാന്റെ പ്രീതി നേടിത്തരുന്നതാണ് കേട്ടോ പറയുക. വിഷ്ണു ഭഗവാന്റെ പ്രീതി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് പറയുക. വിഷ്ണു ഭഗവാനാണ് സാക്ഷാൽ കർമ്മത്തിൻ്റെ നാഥനാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയൊക്കെ നമുക്ക് വിഷ്ണു ഭഗവാന്റെ പ്രീതിയിലൂടെ ഉണ്ടാകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കുക. സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കുമ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയാൽ ക്ഷേത്രത്തിൻ്റെ മുൻവാതിലിലൂടെ കടന്ന് ക്ഷേത്രത്തിൻ്റെ പിൻവാതിലിലൂടെ കടന്നാൽ സ്വർഗത്തിലൂടെ കടന്നു പോയി എന്നാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഏകാദശിക്ക് ഒരു സംശയമായിട്ടാണ് നിൽക്കുന്നത്. പലർക്കും കലണ്ടറിൽ 30-ാം തീയതിയും ഏകാദശി 31-ാം തീയതി ആണല്ലോ എന്ന്. അപ്പോൾ 31-ാം തീയതിയാണ് ഏകാദശി കേട്ടോ. 30-ാം തീയതി അല്ല, 30-ാം തീയതി ദശമിയാണ്. അപ്പോൾ 31-ാം തീയതിയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിരാവിലെ ദശമി തൊട്ട് അനുഷ്ഠിക്കുന്നവരുണ്ട് കേട്ടോ. ഞങ്ങൾ 31-ാം തീയതിയാണ് അനുഷ്ഠിക്കാറ്. അതിരാവിലെ തന്നെ കുളിക്കുമ്പോൾ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല. എല്ലാ വിശേഷ ദിവസങ്ങളിലും തലയിൽ എണ്ണ തേക്കാറില്ല. നമ്മുടെ പിറന്നാളിനും ഒന്നും തലയിൽ എണ്ണ തേക്കാറില്ല. അതുപോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണല്ലോ. അതുകൊണ്ട് അന്നേ ദിവസവും തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല കേട്ടോ. അന്നേ ദിവസം കുളി കഴിഞ്ഞ് ഭക്ഷണമൊന്നും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉപവസിക്കാറൊന്നുമില്ല. നമ്മുടെ അരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും കേട്ടോ. അരിയാഹാരം അന്ന് കഴിക്കാറില്ല. ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് ചോറോ അല്ലെങ്കിൽ ഉപ്പുമാവോ പഴമോ അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത്. അത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഏകാദശി അനുഷ്ഠിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഊട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് ചോറൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നാമജപം മുഴുവൻ സമയങ്ങളും നമുക്ക് നാമജപത്തിൽ ഏർപ്പെടാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ടും മുഴുവൻ സമയവും നാമജപത്തിൽ ഏർപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര നാമങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചെല്ലാവുന്നതാണ് കേട്ടോ. പകലുറക്കൊന്നും അന്നത്തെ ദിവസം പാടില്ല. പിന്നെ ഏകാദശി ദിവസം തുളസിയില പറിക്കാൻ പാടില്ല. തുളസിയില ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ഏകാദശി ദിവസം തുളസിയില പറിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് ഇടയാക്കുമെന്നാണ് പറയുക. അപ്പോൾ അന്നത്തെ ദിവസം സ്വർഗ്ഗവാതിൽ ഏകാദശി എടുത്താൽ സർവ്വ പാപമോചനമാണ് ഫലം കേട്ടോ. അപ്പോൾ ഈ ഏകാദശിയിൽ എടുക്കുന്നതിലൂടെ നമ്മുടെ സർവ്വ പാപങ്ങളും മോചനം ഉണ്ടാവും എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടെയും ആത്മസമർപ്പണത്തോടെയും ഈ ഏകാദശി വ്രതം നോൽക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് വിഷ്ണു ഭഗവാന്റെ പ്രീതി നേടിത്തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ഒക്കെ സാമ്പത്തിക നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഈ ഏകാദശി എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് തുളസിയില ഇട്ട വെള്ളം കുടിച്ച് ഈ ഏകാദശി വിടാവുന്നതാണ്.